കുട്ടികളിലൊക്കെ കപ്പലണ്ടികളോ അല്ലെങ്കിൽ ചെറിയ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങളൊക്കെ വിഴുങ്ങി പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷൻ. ചെറിയ കുട്ടികൾ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലണ്ടി ഇങ്ങനത്തെ കടലകളൊക്കെ ബാൻ ചെയ്യണം. പത്രമാധ്യമങ്ങളിലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. തൊണ്ടയിൽ കുടുക്കി മരിച്ചു എന്ന് പറഞ്ഞു. അപൂർവമല്ല. കോവിഡിന് ശേഷം ഒരുപാട് സഡൻ കാർഡിയക് ഡെത്തുകൾ, യങ്സ്റ്റേഴ്സ് ചിലപ്പോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നതായിട്ടും സഡൻ ആയിട്ടുള്ള കാർഡിയക് അറസ്റ്റുകൾ വരുന്നതായിട്ടും ഒക്കെ ഒരുപാട് കേട്ട് തുടങ്ങിയിരുന്നു. എന്താണ് ശരിക്കും അതിൽ സംഭവിക്കുന്നത്? മാനസിക ആരോഗ്യമാണ് ശ്വാസകോശ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഘടകം. ലങ് ക്യാൻസറിന്റെ ഒരു ഏർലി സൈൻസും സിംറ്റംസും എന്തായിരിക്കും? എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്? പലപ്പോഴും ഇപ്പോൾ ഒരു അപസ്മാരം ആയി വരുന്ന ഒരു രോഗിക്ക് ബ്രെയിനിലേക്ക് ക്യാൻസർ പരന്നിട്ട് പിന്നീട് നമ്മൾ അതിനെ എവിടെ നിന്ന് വന്നു ആ രോഗം നോക്കുമ്പോഴായിരിക്കും ആ ശ്വാസകോശത്തിലാണ് അത് തുടങ്ങിയതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കൊണ്ട് തന്നെ ക്യാൻസറിനെ കൊല്ലുക എന്നുള്ള ചികിത്സകൾ. ചുമ എന്ന വാക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ചുമയുടെ കാരണങ്ങൾ പല വിധമാണ്. അത് കാരണം ഏതാന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിൽ അതെ ഓരോ ക്യാൻസറിന്റെയും ഡ്രൈവർ ആരാന്ന് നോക്കിയിട്ട് ഡ്രൈവറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചികിത്സ. എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എലിയെ മാത്രം കൊന്നാൽ മതി. ലങ് ക്യാൻസേഴ്സിൻ്റെ ഒരു റീസെൻറ്റ് ട്രെൻഡ് എങ്ങനെയാണ്? ഇപ്പം നമുക്കറിയാം ഏറ്റവും എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഡിസീസാണ് ഇപ്പോഴും ലങ് ക്യാൻസർ. എത്രയൊക്കെ നമ്മൾ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും എപ്പോഴും ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടല്ലോ. അപ്പോൾ ലങ് ക്യാൻസേഴ്സ് എങ്ങനെയാണ് ഇപ്പം? എനിക്ക് തോന്നുന്നത് ശ്വാസകോശ ക്യാൻസറുകളുടെ ഗ്രൂപ്പിൽ വളരെ പ്രമുഖ സ്ഥാനത്താണ്. രോഗികളുടെ മരണ നിരക്കുമായി ബന്ധപ്പെട്ടിട്ടും അവരുടെ ആരോഗ്യ സൂചികകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ഇത് വലിയൊരു നമ്പർ ഓഫ് ക്യാൻസറുകളിലെ ലങ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രശ്നം ഉണ്ട്. പക്ഷേ ലങ്ങിന് നല്ല ലങ്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേനും അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത, രോഗത്തിൻ്റെ വ്യാപനം ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് മറ്റു ക്യാൻസറിൽ നിന്നും ശ്വാസകോശ ക്യാൻസറിനുള്ള ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന 10 രോഗികൾ എടുത്തു കഴിഞ്ഞാൽ 2-3 പേരെ നേരത്തെയുള്ള സ്റ്റേജ് 1, 2 വരുന്നവരെ കിട്ടാറുള്ളൂ. ഭൂരിഭാഗം പേര് സ്റ്റേജ് 3 അതിന് മുകളിലോ ആയിരിക്കും. 4 സ്റ്റേജാണ് ശ്വാസകോശ ക്യാൻസറിന് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തരംതിരിക്കുക. അതിൽ ഒരു 3ൻ്റെ ആരംഭം വരെയാണ് നമുക്കതിനെ സർജറി ഓപ്പറേഷനുകൾ ചെയ്ത് സുഖപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിൻ്റെ സ്റ്റേജ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോക്കുന്നത് നമ്മൾ CT സ്കാൻ വെച്ചിട്ട് ഇതിൻ്റെ ട്യൂമറിൻ്റെ ഗ്രോത്ത്, സൈസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ ഈ നോഡൽ സ്റ്റാറ്റസ് ഏതൊക്കെ കടലിലേക്ക് അത് ഡ്രെയിൻ ചെയ്ത് എത്തി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡർബ്രോങ്ങിൽ അൾട്രാസൗണ്ട് യൂസ് ചെയ്യുക നമുക്ക് ചെയ്തിട്ട് അതിനൊരു കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നോഡിൽ നിന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പ്രൊസീജിയറാണ്. നമുക്ക് അതിൻ്റെ ഏതൊക്കെ N1, N2, N3 സ്റ്റേജ് കൂടി വരും ശ്വാസകോശ കടലുകളിലേക്ക് കയറുന്ന കാരണം അതിൻ്റെ ഒരു സ്റ്റേജ് അങ്ങനെ മനസ്സിലാക്കും. പിന്നെ ഒരു മെറ്റസ്റ്റാറ്റിക് വർക്കപ്പ്, ഇത് ലങ്ങിൽ നിന്ന് വേറെ ഓർഗനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലിവറോ ബോണോ എറ്റർണൽ ഗ്ലാൻഡോ ബ്രെയിനോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു PET-CT മുഖേനയാണ് ഇത് കണ്ടുപിടിക്കും. ഞാൻ പറയണെങ്കിൽ ഇത് ഈ TNM സ്റ്റേജിങ് കിട്ടിയാലാണ് ഒരു ഓൺകോളജിസ്റ്റിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ അത് അതിന് നമ്മളൊരു പൈസയുടെ പിശുക്കോ കാര്യങ്ങളോ നോക്കിയിട്ട് ക്യാൻസർ ആണെന്ന് ബയോപ്സിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മ്യൂണിസ്റ്റോ കെമിസ്ട്രിയിൽ അത് സ്റ്റേജിങ് കൺഫേംഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മെറ്റസ്റ്റാറ്റിക് വർക്കപ്പ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടാണ് നമ്മൾ ഓൺകോളജിസ്റ്റിന് അത് ആ കേസ് കൈമാറുന്നത്. ഈ ഏർലി സൈഡ് റോള് ഇതിൽ ആ ഡയഗ്നോസിസിലാണ്. മറ്റുള്ള രോഗങ്ങളിൽ നിന്ന് ഇത് ക്യാൻസർ വേർതിരിച്ചെടുക്കുക, ക്യാൻസർ സ്റ്റേജ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ഓങ്കോളജിയിലാണെങ്കിലും ആ ഒരു പ്രധാനപ്പെട്ട റോള് പൾമണോളജിസ്റ്റ് ഡയഗ്നോസിസ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് നമ്മളാണ് ചെയ്ത് കൊടുത്താൽ. അതെ അതെ. എങ്ങനെയാണ് ഏർലി സൈൻസ്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു രോഗിക്ക് അവർ ആ ഒരു ലങ് ക്യാൻസറിന്റെ ഒരു ഏർലി സൈൻസും സിംറ്റംസും എന്തായിരിക്കും? എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയായിരിക്കും? വിട്ടുമാറാത്ത ചുമ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു പ്രിഡിസ്പോസ്ഡ് ഇൻഡിവിജ്വൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്മോക്കർ ആണെങ്കിൽ വിട്ടുമാറാത്ത ചുമ, സ്മോക്കേഴ്സ് കോഫ് എന്ന് നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ചുമ ചിലപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണമാകാം. യൂഷ്വലി ഇങ്ങനത്തെ ക്യാൻസർ റിലേറ്റഡ് കോഫ് ആണെങ്കിൽ ഹീമോപ്റ്റൈസ്, അതായത് കഫത്തിൽ രക്തത്തിന്റെ അംശം കാണാറുണ്ട്. പിന്നെ ജനറൽ ഫീച്ചേഴ്സ് ഉണ്ടാവാം, ലൈക്ക് ടയർഡ്നെസ്, വെയിറ്റ് ലോസ്. ചിലപ്പോൾ ഇതിന് വലിയ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം രോഗി പ്രസന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വലിയ ശ്വാസതടസ്സം, ശ്വാസകോശത്തിൽ നീർക്കെട്ട്, വെള്ളക്കെട്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി അടഞ്ഞു പോവുക, അല്ലെങ്കിൽ ചെറിയ തോതിൽ ശ്വാസക്കുഴലിൽ അടപ്പ് വരുന്നത് കൊണ്ട് ന്യൂമോണിയ ഉണ്ടാകുക, ന്യൂമോണിയ മാറാതിരിക്കുക. ഇതൊക്കെ ശബ്ദത്തിൽ വ്യത്യാസം. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ഇനീഷ്യൽ സിംറ്റംസ് നമ്മൾ
ഇഗ്നോർ ചെയ്ത് ഡോക്ടർ കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് ചുമ നമ്മളത് സ്മോക്ക് സ്കോപ്പ് പോലെ എടുത്തിട്ട് Neglect ഇഗ്നോർ ചെയ്ത് നെഗ്ലിജന്റ് ആയിട്ട് നടക്കുമ്പോൾ മാത്രമാണ് ആ ഹെയർ സ്റ്റേജിലേക്ക് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഈ സംഭാഷണത്തിൽ ഉടനീളം കാണുന്നത് ചുമ എന്ന വാക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ചുമയുടെ കാരണങ്ങൾ പല വിധമാണ്. അത് കാരണം ഏതാന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിലാണ്. അതെ അതെ, ചുമേനെ നമ്മൾ സിമ്പിളായി തള്ളിക്കളയാതെ ചുമ ചിലപ്പോൾ വിട്ടുമാത്തൊരു ചുമയാണെങ്കിൽ ഡോക്ടർ ശില്പ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് സാധാരണയായിട്ട് ലക്ഷണമെങ്കിലും അപൂർവം ചിലരിലെ, അതായത് ഈ രോഗം വേറെ അവയവങ്ങൾക്ക് പരന്നിട്ട് രോഗലക്ഷണം കാണിക്കാം. പലപ്പോഴും ഇപ്പോൾ ഒരു അപസ്മാരം ആയി വരുന്ന ഒരു രോഗിക്ക് ബ്രെയിനിലേക്ക് ക്യാൻസർ പരന്നിട്ട് പിന്നീട് നമ്മൾ അതിനെ എവിടെ നിന്ന് വന്നു ആ രോഗം നോക്കുമ്പോഴായിരിക്കും ആ ശ്വാസകോശത്തിലാണ് അത് തുടങ്ങിയതെന്ന് മനസ്സിലാക്കണം. അതുപോലെ പല അവയവങ്ങളിലും ഇപ്പോൾ ലിവറിലെ ബാധിച്ച ലിവറിൻ്റെ എന്തെങ്കിലും മഞ്ഞപ്പിത്തം കണ്ടു നോക്കുമ്പം അത് ശ്വാസകോശത്തിൽ. അപ്പം ഇങ്ങനെ രോഗം വേറെ അവയവങ്ങളിൽ എത്തിപ്പെട്ടിട്ട് അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ടും ചിലപ്പോൾ വരാറുണ്ട്. ശ്വാസകോശ ഞാൻ കാണുന്നത് എങ്ങനെ വെച്ചാൽ ഈ ലങ്സിൽ മറ്റുള്ളിടത്തെല്ലാം പെയിൻ വന്നു കഴിഞ്ഞാൽ രോഗി ഡോക്ടറെ അടുത്ത് എത്തും. ഈ ലങ്സിൽ പെയിൻ സെൻസിറ്റീവ് ഓർഗാൻസ് ഇതില്ല, സ്ട്രക്ചേഴ്സ് ഇല്ല. അത് ഫ്ലോറ അല്ലെങ്കിൽ അതിന്റെ കവറിങ്ങിലേക്ക് എത്തുമ്പോൾ മാത്രം പെയിൻ എടുത്തറിയുന്നുള്ളൂ. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് മോശമാകാനുള്ള കാര്യം. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും ഈ പുകവലിക്കാരല്ലാത്ത ഒരു വലിയ വിഭാഗം ക്യാൻസർ രോഗികളുണ്ട്. ചുമയും ശ്വാസം മുട്ടൊന്നും ആൾക്കാർ ടോളറേറ്റ് പോകുന്ന ഒരു സിംറ്റമാണ്. പക്ഷേ ബ്ലഡ് കാണുകയോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അവരൊന്ന് പതിച്ചു ഡോക്ടറെ അടുത്ത്. അതിലെ ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീകളിൽ വരുന്ന ശ്വാസകോശ ക്യാൻസർ രോഗലക്ഷണങ്ങൾ പൊതുവെ കുറവായിരിക്കും ആരംഭത്തിൽ. അവസാനം അത് വേറെ ഏതെങ്കിലും അവയവത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിൽ ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് കാണുന്നത്. നമ്മൾ കാണുന്നതിൽ സ്ത്രീകളിലെ ക്യാൻസർ പലപ്പോഴും വളരെ അപകടകരമായ സ്റ്റേജിലാണ്. റെയറായിട്ട് ഹാർട്ടിന്റെ പ്രഷർ, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരെ ക്യാൻസർ പ്രസന്റ് ചെയ്തത് സ്ത്രീകളിൽ ഞാൻ വളരെ റെയറായിട്ട് കണ്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇത്രയും ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, ചില കേസിൽ നമുക്ക് മിസ് ചെയ്ത് പോകാം. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു റിസ്ക് ഫാക്ടർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളിൽ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിലെ നോൺ സ്മോക്കേഴ്സിൽ ഇവർക്കൊക്കെ നമുക്ക് ചിലപ്പോൾ അറിയാതെ എൻ സ്റ്റേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിലെല്ലാം ഞാൻ കാണാറുള്ളത് ലോസ് ഓഫ് വെയിറ്റ് എപ്പോഴും കാണാറുണ്ട്. ടി ബി ആയാലും ഈ പറഞ്ഞ ക്യാൻസർ ആയാലും അവര് വെയിറ്റ് കുറഞ്ഞിട്ട് അവർ അതും ഒരു പ്രസന്റേഷന്റെ ഒരു സിംറ്റമാണ്, പ്രസന്റിങ് സിംറ്റം ആണ്. കാരണം അവർക്ക് വെയിറ്റ് കുറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പുലിവാലുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. എത്ര ഭക്ഷണം കഴിച്ചാലും വെയിറ്റ് കൂടുതലില്ല. പിന്നെ അതുപോലെ തന്നെ ലോസ് ഓഫ് എപ്പിറ്റൈറ്റ്, ഒരു അവസ്ഥ. പിന്നെ പൊതുവേ ക്ഷീണം, ഇതൊക്കെ ലേറ്റ് സ്റ്റേജിലേ വരുള്ളൂ. അതാണ് കുഴപ്പം. നമുക്ക് തുടക്കത്തിൽ സ്റ്റേജിൽ കാണുന്ന അല്ലെങ്കിൽ കഫത്തിൽ ബ്ലഡും അല്ലെങ്കിൽ ചെറിയ ചുമയും വിട്ടുമാറാത്ത ചുമയും, അതാണ് നമ്മൾ പറയുന്നത്. 2 വീക്സിന് എബോവ് ഒരു കോപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇവാലുവേഷനും വേണം. ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ട് അതൊന്ന് എക്സ്റേ എടുത്ത് നോക്കുക. എനിക്ക് തോന്നുന്നത് ശ്വാസകോശത്തിന്റെ അപകട സൂചനകൾ എന്ന് പറയുന്നത് 3 കഫത്തിലെ ബ്ലഡ്, രക്തം കാണുക, ശബ്ദത്തിന് വ്യത്യാസം വരിക, വെയിറ്റ് അമിതമായി കുറയുക. ഇതിൽ 3 ഉണ്ടെങ്കിൽ ശ്വാസകോശ രോഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. നമുക്കിപ്പോൾ പല ക്യാൻസറുകൾക്ക് ഇന്നത്തെ കാലത്ത് സ്ക്രീനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് PSA ടെസ്റ്റ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, വജൈനൽ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസേഴ്സിന് പാപ്സ്മിയർ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ലങ് ക്യാൻസർ എങ്ങനെയും നേരത്തെ കൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇത് വളരെ വലിയ തോതിൽ പഠനങ്ങൾ നടന്നിരിക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലാണ്. അവരവിടെയുള്ള പുകവലിക്കാരിലെ വലിയ തോതിൽ പുകവലിക്കുന്ന ആളുകൾ 55 വയസ്സ് മുതൽ 85 വയസ്സുള്ള ആളുകളെ പടിപടിയായിട്ട് CT സ്കാൻ ചെയ്തിട്ട് ചെറിയ ഡോസുള്ള CT സ്കാൻ, വലിയ ഡോസ് ആകുമ്പോൾ ആളുകൾക്ക് റേഡിയേഷൻ്റെ പേടി, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ചെറിയ ഡോസുള്ള CT സ്കാൻ ചെയ്ത് കണ്ട അതിൻ്റെ പഠനങ്ങൾ വളരെ അത്ഭുതം ഉളവാക്കുന്നതാണ്. എന്താ വെച്ചാൽ അവർക്ക് അതിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഒരു വലിയ തോതിലുള്ള ആളുകളുടെ ക്യാൻസർ സ്റ്റേജ് 1, 2 കണ്ടുപിടിക്കാനായി എന്നുള്ളതൊന്ന് മാത്രമല്ല, മറ്റു രോഗങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളിലുള്ള തടസ്സങ്ങൾ, ഹാർട്ടിൻ്റെ അറ്റാക്കുകൾ വരാനുള്ള സാധ്യതകൾ, ഇതും കൂടെ അതിനകത്ത് കണ്ടുപിടിക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നാഷണൽ പ്രോഗ്രാം പോലെയില്ല, പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ലഭ്യമാണ്. അതെല്ലാം നമുക്ക് ഈ ഇന്ത്യൻസിൽ ഈ ട്യൂബർക്ലോസിസ് ഒരു വലിയൊരു വില്ലനാണ്. അപ്പോൾ കലകൾ പണ്ട് ചികിത്സിച്ചതിന്റെ കലകൾ, അതിന്റെ പാടുകൾ, അതൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഒരു സ്മോക്കറിൽ നമ്മൾ ഇത് ക്യാൻസർ ആവാമെന്നും പറഞ്ഞ് ഓവർ ഡയഗ്നോസ് ആവോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ കൂടി പോകുന്നുള്ള ഒരു അതുകൊണ്ട് അതൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഏരിയ നമ്മൾ കൊറോണറി CT ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. കൊറോണറി CTന്റെ ഒരു ഭാഗം ശ്വാസകോശം കൂടിയാണ്. അപ്പോൾ ആ CTയിൽ ഈ ഒരു ആസ്പെക്റ്റും കൂടെ ഇൻവോൾവ് ചെയ്യിക്കാൻ ഹോസ്പിറ്റൽസും രോഗികളും മുന്നോട്ട്
പേഷ്യൻസ് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരൊറ്റ CT ഈ 2 മേജർ അസുഖങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. എങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് പറയാ, ഒരാളൊരു വലിയൊരു സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ സ്ക്രീനിങ് അയാൾക്ക് ഒരു സ്ക്രീനിങ് CD ചെയ്യുന്നതിൽ അപകടമില്ല. അതില്ല. കാരണം ഇത് കണ്ടുപിടിക്കാൻ സാധാരണ വലിയ സ്റ്റേജിലെ മാത്രമേ നമുക്കത് അതെ അതെ രോഗലക്ഷണങ്ങൾ കാണിക്കത്തുള്ളൂ. പിന്നെ ആ രോഗി സീറ്റിൽ ഒന്നും കണ്ടില്ല എന്ന് വിചാരിച്ച് പിന്നെ സ്മോക്കിംഗ് തുടരാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് തപ്പലവരെടുത്ത് പറയാം. പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇത് അതെ. മുന്നോട്ട് നോക്കാമെന്ന് തോന്നുന്നു. അതെ അതെ ആസ്ട്രോ ഫാമിലി ഇപ്പൊ ക്യാൻസറിനാണെങ്കിൽ ലങ് ക്യാൻസറിനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നമുക്ക് ഇപ്പൊ അവൈലബിൾ അതെ ആണ്. ഈവൻ തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ ആകെ കൂടി കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അപ്പൊ അതുകൊണ്ട് രോഗികൾക്ക് വരാനോ അല്ലെങ്കിൽ ചികിത്സിക്കാനോ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പം പുതിയ പുതിയ ചികിത്സകൾ, അതായത് ക്യാൻസറിന്റെ കോശങ്ങളെ അതിനെ മാത്രം എടുത്ത് വളർത്തുന്നത് ഏത് ഘടക എന്ന് തിരിച്ചറിഞ്ഞ് അത് ടാർജറ്റ് ടാർജറ്റ് ചെയ്ത് അവനെ ആരാണ് അതിന്റെ ഡ്രൈവർ, ഓരോ ക്യാൻസറിന്റെയും ഡ്രൈവർ ആരാന്ന് നോക്കിയിട്ട് ഡ്രൈവറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചികിത്സ. അതിന് ദൂഷ്യഫലങ്ങളില്ല. റേഡിയേഷൻ കൊടുക്കുമ്പോഴും ഭയങ്കര ഫോക്കസ്ഡ് ആ ഒരു ഏരിയയിൽ മാത്രം. പണ്ടത്തെ പോലെ ഒരു ഫുൾ ഷീൽഡ് വെച്ചിട്ട് എല്ലാം കരിപ്പിക്കലല്ല. ഇപ്പൊ ഫോക്കസ്ഡ് ആയിട്ട് ആ ലങ്ങിന്റെ ട്യൂമർ എവിടെയുണ്ടോ അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കുന്ന ലിനാക് മറ്റേ റേഡിയേഷൻ മുഖ്യം അവൈലബിൾ ആയിട്ട്. പണ്ട് എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എലിയെ മാത്രം കൊന്നാൽ മതി, വീട് മുഴുവൻ കത്തിക്കേണ്ട കാര്യം. ട്രീറ്റ്മെന്റ് വേണോ, ട്രീറ്റ്മെന്റ് എടുത്ത് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കുറെ രോഗികൾ. സ്റ്റേജ് 4 ക്യാൻസറിനുള്ള ഉത്തരം ഇതാണ് ടാർഗറ്റഡ് തെറാപ്പി. വേറെ ഒരു അവയവങ്ങളെ ബാധിക്കാതെ ക്യാൻസർ കോശങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യാം. വളരെ കൂടുതൽ പോയിന്റ് ആണ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. പാലിറ്റീവ് ലെവലിലും സിംറ്റമാറ്റിക് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് നമുക്ക് കളഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോങ്കോസ്കോപ്പി വഴി അത് പല ഹോട്ട് ആൻഡ് കോൾഡ് തെറാപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ക്രയോ വെച്ചിട്ട് അത് ബൾക്ക് ചെയ്ത് ട്യൂമർ മാറ്റാൻ ട്യൂമർ ഗ്രോത്ത് എടുത്ത് കളയാനായിട്ട് ബ്രോങ്കോസ്കോപ്പിയിലൂടെ തന്നെ. പിന്നെ നമുക്ക് ആർഗൻ പ്ലാസ്മ കോഗുലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോകോട്ടറി ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ആ ട്യൂമർ ഉള്ളിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് സിംറ്റമാറ്റിക്കലി ആ ഡിസ്നി എല്ലാം അല്ലെങ്കിൽ കിതപ്പ്, ചുമ എല്ലാം ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും ഇതിന്റെ ഒരു ഇന്നോവേറ്റീവ് തെറാപ്പീസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മുടെ പൾമോളജിസ്റ്റിന്റെ ഭാഗത്തായാലും മോണോളജിസ്റ്റിന്റെ ഭാഗത്തായാലും റേഡിയോ തെറാപ്പിസ്റ്റിന്റെ ഭാഗത്തായാലും പാലിയേറ്റീവിന്റെ ലെവലിലായാലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ലെവലിലും എല്ലാം കൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ടീം ഒരു ഇൻഡിവിജ്വലെ നോക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ്. അപ്പം ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള കുറെ ചേഞ്ചസ് ലങ് ക്യാൻസർ ഓരോ വർഷവും പുതിയ ഒരു മരുന്നെങ്കിലും ഇറങ്ങുന്നുണ്ടാവും. പുതിയൊരു മരുന്ന് ഇറങ്ങുന്നുണ്ടാവും. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ കൊണ്ട് തന്നെ ക്യാൻസറിനെ കൊണ്ട് പൊരുതുക എന്നുള്ള ചികിത്സകൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നതും ഇന്ന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന മരുന്ന് എന്നതിലുപരി നമ്മളെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെ, നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഓങ്കോളജിയിലും നമ്മുടെ ലങ് ക്യാൻസർ ഫീൽഡിലും വന്നുകൊണ്ടിരിക്കുന്നത്. സാറേ പേര് പഠിക്കാൻ ഡോക്ടേഴ്സിന് വിഷമം. അത് അമ്പലം ചെറുതാണെങ്കിൽ പ്രതിഷ്ഠ വലുതാന്ന് പറഞ്ഞ പോലെയാണ്. കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരുമോ. അതെ അതെ സാറേ, ഇന്റർവെൻഷനെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ലങ്ങിലെ ഏറ്റവും നമ്മൾ ഇതുപോലെ തന്നെ കേട്ടിട്ടുള്ള ഒന്നാണ് ലങ്സിൻ്റെ ഉള്ളിൽ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ ലങ്സിൽ കുടുങ്ങി അല്ലെങ്കിൽ തൊണ്ടയിനകത്ത് കുടുങ്ങിയിട്ട് പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ആയിട്ട് വരുന്ന അവസ്ഥ. ഇപ്പോൾ കുട്ടികളിലൊക്കെ ചെറിയ കപ്പലണ്ടികളോ അല്ലെങ്കിൽ ചെറിയ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങളൊക്കെ വിഴുങ്ങി പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ്. അതെ അതെ അത് ഞാൻ വിട്ടുപോയി. അതപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ഡീൽ ചെയ്യുന്നത്? അത് നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ എടുക്കാൻ പറ്റില്ല സാർ. അപ്പോൾ നമുക്ക് പല ചലഞ്ചസ് ഉണ്ട്. അതിൻ്റെ കുട്ടികൾ ഈ മെയിനായിട്ട് കപ്പലണ്ടി, പിന്നെ കടലകൾ, പിന്നെ നമ്മുടെ സൂചി, ബട്ടണുകൾ, പിന്നെ ഈവൻ സിം കാർഡ് വരെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിസിലിൻ്റെ ഭാഗങ്ങൾ, പിന്നെ ഈ പറഞ്ഞ ഈ കളിപ്പാട്ടങ്ങളിലുള്ള ഈ സ്മോൾ മെറ്റാലിക് പാർട്സ് ഇതെല്ലാം ഇവർ വായിൽ വെച്ച് കളിക്കും, അല്ലെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വായിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് കരയും. അപ്പോൾ ഇത് സംഭവം ആസ്പിറേറ്റ് ചെയ്യണം. കാരണം വിൻ പൈപ്പ് നിൽക്കുന്നത് ഫുഡ് പൈപ്പിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവെൻറ്റീവ് ആയിട്ട് നാച്ചുറലി ഒരു എപ്പിഗ്ലോട്ടീസ് ഉണ്ട്. പക്ഷേ ഇത് കരയുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ എപ്പിഗ്ലോട്ടീസ് മാറി നിൽക്കുമ്പോൾ വോക്കൽ കോഡ് തുറന്നിട്ടാണെങ്കിൽ അത് ഉള്ളിലേക്ക് ശ്വാസകോശത്തിനകത്തോട്ട് ചിലപ്പോൾ ചിലവർ നിങ്ങൾ കേട്ട് കാണും. അത് ചില മോമോസ് അല്ലെങ്കിൽ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ ഈ ഒരു മൂന്നിൻ്റെയും ഇൻ്റർഫേസിൽ ചെന്ന് ജാമാകുമ്പോൾ ശ്വാസം കിട്ടാതെ അത് നമുക്ക് അതിപ്പോൾ ബ്രോങ്കോസ്കോപ്പിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് തന്നെ ഒരു ഹിംലെക് സ്റ്റാനോ എന്ന് പറഞ്ഞ് ചെസ്റ്റ് ട്രസ്റ്റും അബ്ഡോമിനൽ കുനിച്ച് നിർത്തിയിട്ട് പുറമെ തട്ടിലും അബ്ഡോമിനൽ ട്രസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ
അത് ചിലപ്പോൾ പുറത്തേക്ക് വരും. ഫസ്റ്റ് എയ്ഡ് മെഷർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് മെഷർ അത് ചിലപ്പോൾ ഒരു മോളിൽ വെച്ചോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നി കഫേ കഫേ കൊറോണറി കൊറോണറി എന്ന് പറയുന്ന ഒരു ഡെത്താവാൻ സാധ്യതയുള്ള പെട്ടെന്ന് ഫുഡ് വന്ന് ചോക്കായിട്ട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നോക്കാവുന്നതാണ്. അത് ഓൺലൈനിൽ അതിന്റെ ഡെമോൺസ്ട്രേഷൻസ് കാര്യങ്ങളുണ്ടാവും. അതെല്ലാവരും പഠിച്ചിരിക്കണം. നമ്മൾ ഈ CPRന്റെ പോലെ തന്നെ ഹെംലെക്സ് മാനറും അതിന്റെ കൂടെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ക്രാഷ് പ്രിവെന്റ് ചെയ്യാനായിട്ട് റെസ്പിറേറ്ററി ലെവലിൽ വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കുട്ടികളിലായാലും വലിയവരിലായാലും. പിന്നെ വരുന്നതാണ് ഈ നമ്മൾ ഓരോ ബ്ലോക്ക്, ഈ കഫ്ലഡ് ചെന്നിരിക്കുക, അല്ലെങ്കിൽ കടല ചെന്നിരിക്കുക, അല്ലെങ്കിൽ മുട്ടുസൂചി. പിന്നെ ഈ മുസ്ലിം സ്ത്രീകളിൽ ഈ ഹിജാബ് പിന്നോ, അതെ ഹിജാബ് പിന്നിന്റെ അവർ ഇത് വായിൽ വെച്ചിട്ട് സംസാരിക്കും. എന്തെങ്കിലും മുടി ഇരുന്നുണ്ടാവും, എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ മോളെ അത് ചോറ് മാത്രം കൊണ്ടുപോകാൻ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ സംഭവം ലങ്സിൽ. ആക്സിഡന്റ് പിന്നെ വരുന്നത് സ്കൂളിലേക്കല്ല, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. ഒക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്രോങ്കോസ്കോപ്പിയിലൂടെയാണ് എടുക്കാൻ സാധിക്കുള്ളൂ. അത് പല നമുക്കൊരു അക്സസറീസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ക്രയോ നമുക്ക് തണുപ്പിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ മാറ്റർ ആണെങ്കിൽ നമുക്ക് അതിൽ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തണുപ്പിച്ച് അത് ഫ്രോസൺ ആക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തിടണം. പിന്നെ നമുക്ക് ഈ ബാസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്, ഫോർസെപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളൊരു ആശാരിക്ക് എന്തൊക്കെ ടൂൾസ് ഉണ്ടോ അതേപോലെ നമുക്കിപ്പോൾ ഒരു ബ്രോങ്കോസ്കോപ്പിസ്റ്റിനുണ്ട്. അത് ഡോർമിയ ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ ഫോർസെപ്സ്, ക്രയോ, പിന്നെ റാറ്റ് ടൂത്ത് ഫോർസെപ്സ്, പല ബിഗർ ബയോപ്സി ഫോർസെപ്സ്, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അതിനെ പിടിച്ചിട്ട് അത് അതേപോലെ തന്നെ പുറത്തെടുത്ത് നമുക്കിത് പുറത്തെത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിൽ പിടിച്ചിരിക്കോ, വായിൽ പിടിച്ചോ, പല്ലുകൊണ്ട് കടിച്ചോ പിടിച്ചോ വയ്ക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ്. മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കുട്ടികളുള്ളടത്ത് മൂത്ത കുട്ടി പാവല്ലെന്ന് വിചാരിച്ചിട്ട് ചെറിയ കുട്ടീനെ, 1 വയസ്സിന് താഴെയുള്ള കുട്ടി മുലപ്പാൽ മാത്രം പോരാ, ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കും ഈ കപ്പലണ്ടി കടലകൾ. അത് കുട്ടിക്ക് ആസ്പിറേറ്റ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. കാരണം ചെറിയ കുട്ടികൾ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലണ്ടി ഇങ്ങനത്തെ കടലകളൊക്കെ ബാൻ ചെയ്യണം കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട്. അതെ അതെ. കാരണം അവർ ഇത് വായിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കരയോ പിടിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഡെത്ത് കഴിയണം. ലൈഫ് ത്രെട്ടനിങ് സ്കോപ്പി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥ വരും. അത് താഴേക്ക് ഇറങ്ങി പോകും. അപ്പോൾ ലങ്സ് കട്ട് ചെയ്ത് കളയണം ഈ ഇതിൻ്റെ കൂടെ. അപ്പോൾ നല്ലൊരു അവയർനെസ്, ചോദ്യം വളരെ നല്ലതായിരുന്നു, നല്ലൊരു അവയർനെസ് പബ്ലിക്കിന് ഉണ്ടായിരിക്കും. കൊടുക്കണം. ബാക്കി നമ്മൾ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് പിന്നെ ബ്രോങ്കോസ്കോപ്പിസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. തൊണ്ടയിൽ കുടുക്കി മരിച്ചു എന്ന് പറഞ്ഞു മരണപ്പെട്ട അവസ്ഥകൾ. അത് അപൂർവമല്ല, ഇടയ്ക്ക് കാണാറുണ്ട്. എപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോറിൻ ബോഡിയുടെ ആസ്പിറേഷൻ. അതുപോലെ ഈ പ്രായ ആൾക്കാരിലും സ്ട്രോക്ക് അങ്ങനത്തെ അസുഖങ്ങൾ വന്ന് കിടക്കുന്ന ആൾക്കാരിലൊക്കെ ഫുഡ് പാർട്ടിക്കൽ ആസ്പിറേഷൻ ഇതുപോലെ തന്നെ തൊണ്ട വരെ നിൽക്കുവാണെങ്കിൽ അത് സ്ട്രൈഡർ പോലെ ഉണ്ടാക്കുക. അത് ഒരു എമർജൻസിയാണ്, പൾട്ടറി എമർജൻസിയിൽ വരുന്നതാണ്. അതിന് ഈ സ്ട്രൈഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം അങ്ങോട്ട് കടന്നും കിട്ടിട്ട് തിരിച്ചു പോകില്ല, അത് അവിടെ സ്ട്രക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒരു എമർജൻസി, എന്താ പറയുക, വെരി വെരി ഹൈ ലെവൽ എമർജൻസി ആണ്. അത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്താൻ ചിലപ്പോൾ ഈ ഹെംലെക്സ് മെനോറിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 തട്ടലില് ജീവൻ തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണ്. നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും കോമൺ ആക്കാന്ന് പറയുന്ന പോലെ തന്നെ അതിൽ ഒരു അവയർനെസ് കൊടുക്കേണ്ടതാണ്. അതെ അതെ. ഈ ലങ് എമർജൻസീസ്, നമുക്ക് ലങ് എന്ന് പറയുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസീസസ് നമ്മൾ മാനേജ് ചെയ്യുന്നു, അതേസമയം തന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖങ്ങളും ഒന്നിച്ച് വരുന്ന അവസ്ഥയാണ്. അപ്പം ലങ് എമർജൻസീസിൽ തന്നെ നമ്മൾ ഈ കോവിഡിന് ശേഷമൊക്കെ ഒരുപാട് സഡൻ കാർഡിയാക് ഡെത്തുകൾ, യങ്സ്റ്റേഴ്സ് ഇപ്പം ചിലപ്പോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നതായിട്ടും സഡൻ ആയിട്ടുള്ള കാർഡിയാക് അറസ്റ്റുകൾ വരുന്നതായിട്ടും ഒക്കെ ഒരുപാട് കേട്ട് തുടങ്ങിയിരുന്നു. പബ്ലിക്കിനുള്ളിൽ കൂടുതൽ അവെയറായി വന്നിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ശരിക്കും അതിൽ സംഭവിക്കുന്നത്? ലങ്സിൽ നിന്ന് അങ്ങനെ ഒരു ഉണ്ടാവാനുള്ളൊരു റീസൺ എന്താണ്? ഈ സഡൻ ഡെത്ത്സിലെ എല്ലാ ഡെത്ത്സിലും നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. പക്ഷേ പൾമണോളജി പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഈ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകൾ, അതായത് പൾമണറി എംബോളിസം എന്ന് പറയും, ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന പ്രധാന ധമനികളിൽ, മേജർ ധമനികളിൽ രക്തക്കട്ട വന്ന് പൂർണ്ണമായും രക്തം ഹൃദയത്തിലേക്ക് പോവാത്ത അവസ്ഥ. അപ്പം അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. സഡൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ശ്വാസ തടസ്സമായിട്ട് പ്രായം കുറഞ്ഞ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാരിലും അത് കാണാറുണ്ട്. യൂഷ്വലി ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക ഈ പ്രിഡിസ്പോസ്ഡ് ഇൻഡിവിജ്വലിലാണ്. പ്രിഡിസ്പോസ്ഡ് ഇൻഡിവിജ്വൽ രക്തത്തിൽ കട്ടകൾ ഫോം ചെയ്യാൻ സാധ്യതയുള്ള അവസ്ഥയുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സർജറി, ഒരു കാലിലൊരു ബോൺ സർജറി കഴിഞ്ഞ് ഇമ്മൊബിലൈസ്ഡ് ആയിരിക്കുക, ഒരു ലോങ് ഫ്ലൈറ്റ് ട്രാവൽ കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള രോഗികൾ രക്തക്കട്ട ഫോം ചെയ്യാൻ സാധ്യത, അങ്ങനത്തെ ആൾക്കാർ ലോങ് ബെറ്റർ സഡൻ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ വരാം രക്തക്കട്ടകൾ. അവര് കാല് തീരെ അനക്കാതെ വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ രക്തക്കട്ട പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ട് നീരുണ്ടെങ്കിൽ നമുക്ക് ഒരു
അൾട്രാസൗണ്ട് വെച്ച് നോക്കാൻ പറ്റുക കട്ടകൾ നേരത്തെ തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യം പ്രിവെന്റ് ഒരു ചെയ്യാൻ കാലില് മാത്രമായിട്ട് വരുന്നത് ഇപ്പൊ ഒന്ന് അൾട്രാസൗണ്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വേവ്സിലേക്ക് വലിയ ത്രോംബസ് ഫോം ചെയ്തിട്ടുണ്ടോ ബ്ലഡ് കട്ടയുണ്ടോ എന്ന് നോക്കാം. കാരണം അത് കേറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എമർജൻസി ആയി ഡിസ്ലോഡ് ചെയ്ത് ലങ്സിലേക്കോ അല്ലെങ്കിൽ ഹാർട്ടിലേക്കോ ബ്രെയിനിലേക്കോ പ്രശ്നങ്ങൾ വരും. ഡെലിവറി പോസ്റ്റ് ഡെലിവറിയും പ്രഗ്നൻസി ടൈമും ഇതിന്റെ ഒരു ഹൈ റിസ്ക് ടൈമാണ്. Postpartum period. ഒരുപാട് സമയത്താണ് ഇത് വളരെയധികം D-dimer നമ്മൾ നോക്കി നേരത്തെ ഇതിനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കി നമ്മൾ നോക്കി ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് സർജറി ഓപ്പറേഷൻ കഴിഞ്ഞുള്ള രോഗികളില് പ്രത്യേകിച്ച് അടിവയറ് കാലിലെ ഓർത്തോ സർജറി മേജർ സർജറി. ഇത് കണ്ടുപിടിക്കാൻ പ്രധാനമായി ഡൈമർ ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഡൈമർ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പക്ഷെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടി കൂടുതൽ ടെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കാലിലുള്ള വാസ്കുലർ അൾട്രാസൗണ്ട്, വെയിൻസിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള അൾട്രാസൗണ്ട്, CTPA കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ള പൾമണറി ആൻജിയോഗ്രാം, ഒരു CT ടെസ്റ്റ് ആണത്. ഇതിലാണ് നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രക്തം കട്ട അലിയിക്കാനുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് ഹൈ ഡോസിൽ അത് കൊടുക്കുക, ICUവിൽ വെച്ച് കൊടുക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അതിന് വളരെ അഡ്വാൻസ്ഡ് ആയ ചികിത്സകളിലേക്കും വെന്റിലേറ്റർ സപ്പോർട്ട്, എക്മോ സപ്പോർട്ട് എന്നിവയിലേക്കും പോകേണ്ടി വരാം. പക്ഷെ ആ അവസ്ഥയിൽ എത്താതിരിക്കാനാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ രക്തക്കട്ടകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രധാനമായും അൾട്രാസൗണ്ട് ബേസ്ഡ് ടെസ്റ്റുകളുണ്ട്. കാലിലുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ട്, രക്തക്കട്ട കൊണ്ടുള്ള ബ്ലോക്ക് ഉണ്ട്. ഇനി ശ്വാസകോശത്തിലേക്കാണെങ്കിൽ CT പൾമണറി ആൻജിയോഗ്രാം കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ള CT, അതാണ് ഇതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ചികിത്സ നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ രക്തക്കട്ട അരിക്കാനുള്ള മരുന്ന് ഞരമ്പിലൂടെ കയറ്റിവിടാം. വളരെ മൂർധന്യാവസ്ഥയുള്ള രോഗിയാണെങ്കിൽ വെന്റിലേറ്റർ സഹായം, ഈ രക്തക്കട്ടകൾ അലിയിക്കാനുള്ള മരുന്ന് നേരിട്ട് കത്തീട്രൈസേഷൻ വഴി ഹാർട്ടിൽ നിന്നും പ്രധാന രക്തധമനികളിലേക്ക് കയറ്റി രക്തക്കട്ട അലിയിക്കുന്ന മരുന്ന് എത്തിക്കുക, അല്ലെങ്കിൽ എക്മോ സംവിധാനം ഉപയോഗിക്കുക. ഇതൊക്കെ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ ആവശ്യമായി വരും. നമ്മൾ ഒരു ഡിലേഡ് ഡയഗ്നോസിസ്, അത് കൃത്യമായ സമയത്ത് രോഗം കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റുക. ചിലപ്പോൾ സഡൻ ഡെത്ത്, മരണത്തിലേക്കും ഈ അവസ്ഥ എത്തിക്കും. നമുക്ക് എംബോളിസം, പൾമണറി എംബോളിസം ഇപ്പോൾ ഒരു ടീമായിട്ട് മാനേജ് ചെയ്യുന്നതാണ് പല ഹോസ്പിറ്റലുകളിലും ചെയ്ത് നല്ല ഔട്ട്കം വരുത്തുന്നു. അതിൽ ഒരു റേഡിയോളജിസ്റ്റ് വേണം, ഇത് ഈ പറഞ്ഞ CTPA ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കാർഡിയോളജിസ്റ്റ് വേണം, നമ്മൾ പൾമോളജിസ്റ്റ് വേണം, പിന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീംസ്, റെസ്പിറേറ്ററി തെറാപ്പിയുടെ ഭാഗത്ത് പറഞ്ഞു, നേഴ്സിംഗ് കെയർ നന്നായിരിക്കും. പിന്നെ ഒരു പക്ഷേ ഇത് എങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ ഈവൻ കത്തീഡ്രൽ ബേസ്ഡ് ആയിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വരെ വേണ്ടി വന്നേ. അപ്പോൾ ഒരു കാർഡിയോതെറാപ്പി സർജറി വരെ വേണ്ടി വന്നത്. അപ്പോൾ ഒരു PERT എന്ന് പറഞ്ഞൊരു പൾമണറി എംബോളിസം റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെവലപ്പ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമാണ് ഈ ഒരു എമർജൻസി ഡീൽ ചെയ്യാൻ പല ഹോസ്പിറ്റലുകളും. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ പറയുന്നത് ഇത്രയും ഒരു ഡിസ്കഷന് ശേഷം ഇത്രയും അസുഖങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന ഓരോ ബ്രത്തും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്കിന് ശേഷം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഈ ക്രോണിക് ആയിട്ടുള്ള കുറേ ലോങ് ടേം ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന പേഷ്യൻസിന് നമുക്ക് ഈ ചികിത്സകൾ, നമ്മുടെ മെഡിക്കേഷൻസ് ആയിരിക്കാം, ഫാർമക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൂടാതെ അവരുടെ ജനറൽ ലൈഫ് സ്റ്റൈലിൽ, അവരുടെ ഡയറ്റിൽ, അവരുടെ എക്സസൈസസിൽ, അവരുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഓൺലി ഒരു ഫാർമക്കോളജിക്കൽ തെറാപ്പി ആയി. പക്ഷേ ഇതിന് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള ജനങ്ങളിൽ നമുക്ക് പൾമണറി റീഹാബിലിറ്റേഷന് വലിയൊരു പങ്ക് നമുക്കതൊക്കെയും അഡ്വൈസ് ചെയ്യേണ്ട ടൈമാണ്. എസ്പെഷ്യലി കോവിഡ് ടൈമിൽ ഇതൊരു ടെലി റീഹാബ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല ഔട്ട്കമാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ FEV1 അല്ലെങ്കിൽ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂസ് എല്ലാം മാത്രം ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അത് നമ്മൾ വേറെ ഒന്നുമല്ല നോക്കുന്നത്, ഒരു ഗ്രൂപ്പ് എക്സസൈസ് പറ്റാവുന്ന ഒരു അപ്പുറം എക്സസൈസുകളല്ല, ചെറിയ ട്രെഡ്മില്ല്, ചില ഗ്രൂപ്പ് മോബ് സൈക്കോളജി ഉണ്ടല്ലോ. ഇത് ഞാൻ മാത്രമല്ല ഈ ലോകത്തിലേക്ക് മറ്റുള്ള റെസ്പിറേറ്ററി ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ചൊരു ചില ഈവൻ COPD ക്ലബ്ബ്, പോസ്റ്റ് കോവിഡ് റിഹാബ് ടീം എന്നൊക്കെയും പറഞ്ഞ് പലയിടത്തും അത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. നമുക്ക് മെയിനായിട്ട് ഇതിൽ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഉടനെ നിർത്തണം. അല്ല അങ്ങനെ ഏറ്റവും വലിയ എതിരാളിയാണ് സ്മോക്കിംഗ്. അത് നിർത്തിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. പിന്നെ ന്യൂട്രീഷൻ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നല്ലൊരു ഹെൽത്തി ഫുഡ് ലൈഫ് ആണെങ്കിൽ നല്ല സ്ലീപ്പ്, പിന്നെ വാക്സിൻസ് നമ്മൾ സംസാരിച്ചു കൂടെ, ചെറിയൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അവരുടെ ലങ് ഫംഗ്ഷന് പറ്റാവുന്ന രീതിയിൽ നമ്മളത് സ്പൈറോമെട്രി ചെയ്ത് സ്ഥിരീകരിച്ചതിന് ശേഷം അവർ 6 മിനിറ്റ് വാക്ക് ഡിസ്റ്റൻസ് എല്ലാം കണ്ട് ഒരു ഇൻഡിവിജ്വലിന് എത്ര പറ്റുന്നോ അത്രയും നമ്മൾ ഡംബൽ എക്സസൈസോ അല്ലെങ്കിൽ ചെറിയ യോഗ, യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ബ്രീതിങ് എക്സസൈസുകളും എല്ലാം നമുക്ക് പരിശീലിപ്പിക്കാവുന്നുള്ളൂ. പിന്നെ ചിലവർക്ക് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം വരുമ്പോൾ കഫം കൂടുതലുള്ളവർക്ക് അതിൻ്റെ ഒരു മ്യൂക്കോസിലറി ക്ലിയറൻസിന് വേണ്ടിയിട്ട് കഫം പുറത്തേക്ക് എടുക്കാനുള്ള ചില ടെക്നിക്കുകളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ലങ്സ് കേടുവന്ന ഒരു അവസ്ഥയിൽ കഫം കെട്ടി റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇതെല്ലാം
ടാപ്പ് ചെയ്ത് വെറും ടാപ്പിംഗ് വെറും സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഭാഗത്ത് കഫക്കെട്ട് വരാതിരിക്കാൻ ഡെയിലി അവർക്ക് ഒരു പൊസിഷണൽ ഡ്രെയിനേജ് കൊടുക്കുക, ടാപ്പ് ചെയ്ത് ചുമച്ച് കഫങ്ങളെ. പിന്നെ പല ഇൻസ്ട്രുമെൻസും അവൈലബിൾ ആണ് നമുക്ക്. ഈ അൾട്രാസൗണ്ട് വെച്ചിട്ടോ സിമിയോക്സ് എന്ന് പറഞ്ഞ മെഷീൻ വെച്ചിട്ട് പല മെഷീൻസും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കഫം പുറത്തേക്ക് കളയാൻ പറ്റും. പിന്നെ കുറേ ചെറിയ ഈവൻ ചെറിയ ഫാർമക്കോളജി കാര്യം ഇൻഡസ്ട്രി വരെ ചെറിയ ചെറിയ മെഷീൻസ് വീട്ടിൽ വെച്ചിട്ട് അവർക്ക് ചെയ്യാവുന്ന രീതിയിലും പല ഡിവൈസുകളും അതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. മരുന്നുകളൊക്കെ പോലെ തന്നെ അധിക പ്രാധാന്യം അറിയിക്കുന്നതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഒരു ഡോക്ടറല്ല, ഒരു ടീം ഓഫ് ആളുകളാണ്. അതിനകത്ത് ഡോക്ടർ ഉണ്ടാവും, പൾമനോളജി ഡോക്ടർ ഉണ്ടാവും, ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ ഉണ്ടാവും, ഫിസിയോതെറാപ്പിയിലെ നല്ലൊരു ആളുണ്ടാവും, ഇങ്ങനെയുള്ള രോഗികളെ പരിശീലനം നേടിയ നഴ്സുമാരുണ്ടാവും. അപ്പം ഇവർ ആ ഗ്രൂപ്പിനെ ഒരു 5-10 അടങ്ങുന്ന ഈ സ്ഥിരം രോഗികളെ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് അവർക്ക് ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ നൽകുന്ന ഉപദേശം തികച്ചും അവർക്ക് അവരുടെ സമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്ക് വേണ്ട ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ആഴ്ച 2 ദിവസം മതി. നേരത്തെ ഡോക്ടർ നേഴ്സ് പറഞ്ഞ പോലെ ചിലപ്പം ഒരാളുടെ ശ്വാസം മുട്ട് വിചാരിക്കുക അയാളുടെ ശ്വാസം മുട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്വാസം മുട്ട്. പക്ഷെ അയാളെക്കാളും ശ്വാസം കിട്ടാത്ത അപ്പുറത്തൊരാളെ കാണുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളത് അല്ലേ അത് അവർക്ക് ശരിക്കും മാനസിക സമ്മർദ്ദം തീർച്ചയായും കുറയ്ക്കുന്നുണ്ട്. അവർക്ക് ആ ശ്വാസം മുട്ടുക എന്നുള്ളത് നമ്മുടെ ഫീലിംഗ് ആണ് ആക്ച്വലി. അത് നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഒരു അനുഭവമാണ്. പെർസെപ്ഷൻ ഓഫ് ഒരു ഡിഫിക്കൽട്ട് ബ്രീത്തിങ് അതാണ്. അത് ചിലപ്പോൾ ചെറിയ തടസ്സം ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയ ശ്വാസം മുട്ടായിട്ട് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ റീഹാബിലിറ്റേഷൻ മാത്രമല്ല അവരുടെ എക്സസൈസ് പെർഫോമൻസ്, അവർക്ക് നടക്കാനുള്ള ദൂരം, അതിന്റെ സ്പീഡ്. ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ പറയാത്തൊരു വസ്തുത നമ്മളെ ഒരു തോന്നലിൽ നിന്നും ശ്വാസം മുട്ടൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതൊക്കെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എല്ലാം നെഗറ്റീവായിരിക്കുക, ശ്വാസ തടസ്സം തോന്നുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാനസികാരോഗ്യമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട ഒരു അവയവമാണ്. അതെ അതെ, ആൻസൈറ്റി പോലത്തെ ഇഷ്യൂസും ഒരുപാട് ഇതിലേക്ക്. വേറൊരു കാര്യം നമുക്ക് ഇത് ഇൻ ഹൗസ് ആയിട്ടും ഇൻ ഹോസ്പിറ്റലായിട്ടും ചെയ്യാൻ പറ്റും. ഈ ഇൻ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അവരുടെ ലങ് ഫംഗ്ഷൻ ഡിറ്റീറിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ അതൊരു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ പൾമോളജിസ്റ്റിൻ്റെ അടുത്ത് അവർക്ക് വിടാനും വീണ്ടും ചെക്കപ്പ് ചെയ്യാനും അതിൻ്റെ ഡ്രഗ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിക്കാറുണ്ട്. അവർ വിടുമ്പോൾ ലങ് ഫംഗ്ഷൻ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കെല്ലാം അവർ എപ്പോഴാണ് അവർക്കൊരു ലോങ് ടേം ഓക്സിജൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ നോൺ ഇൻവേസീവ് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് അറ്റ് ഹോം, ഹോസ്പിറ്റലല്ല വീട്ടിൽ വെച്ച് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ടോ, ഇതെല്ലാം ഒരു ABGO അല്ലെങ്കിൽ ആർട്ടിക്കൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് വഴിക്കോ അല്ലെങ്കിൽ നമ്മളൊരു എക്സ്റേ PFT ഇതെല്ലാം നമ്മളൊരു മോണിറ്റേർഡ് ആയിരിക്കും അവർ. അപ്പോൾ ഡിറ്റീറിയേഷൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു പ്രോഗ്രഷൻ്റെ സ്പീഡ് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും. റിഹാബ് ഇതിൻ്റെ കൂടെ തന്നെ ഈ മോണിറ്ററിങ് കൂടി നടക്കുകയാണ്. ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാഡം? ഈ ക്രോണിക് ലങ് ഡിസീസ് പേഷ്യൻസിന് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും വളരെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞ പോലെ മാനസിക ആരോഗ്യമാണ് ശ്വാസകോശ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ഫാമിലിയിൽ നിന്ന് പല രീതിയിലുള്ള സപ്പോർട്ട് വേണ്ടി വരും. ചിലപ്പോൾ ശാരീരികമായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരാം. ഇപ്പം ശ്വാസമാണ് നമ്മളുടെ മൊബിലിറ്റി, രോഗിക്ക് എത്രത്തോളം മൂവ് ചെയ്യാൻ കഴിയുമെന്ന് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ശ്വാസം. അപ്പം മൂവ് ചെയ്യാൻ സഹായം വേണ്ടി വരുന്ന രോഗികൾ വളരെയധികം ഉണ്ട്. അപ്പോൾ അത് ഫാമിലിയിലൊരു സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യത്തിന് അവർക്ക് ആ ധൈര്യം കൊടുക്കുന്നതിന് കൃത്യമായ ഫോളോ അപ്പുകൾ എല്ലാ സൈറ്റും ഇപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പല രോഗികളും മുന്നോട്ട് നീങ്ങുന്നത്. അത് ഈ റെസ്പിറേറ്ററി ഡിസീസ് ഉള്ളവർ പലവരും കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കും. ഞാൻ കാണാറ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ബെഡ് റിഡൻസ് അങ്ങനത്തെ ആൾക്കാർ കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രോഗ്രഷൻ വിൽ ബി വെരി ഫാസ്റ്റ്. അപ്പോൾ ഫാമിലി സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അവരുടെ ലൈഫ് തിരിച്ച് പിടിക്കാനായിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടെങ്കിലും സാധിക്കും. അതെ, അപ്പം ഒരു ഹെൽത്തി ലങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് നമുക്ക് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നു ശ്വാസകോശ രോഗലക്ഷണങ്ങൾ ചുമ, നെഞ്ചുവേദന, ശ്വാസമുട്ട് ഒട്ടും അവഗണിക്കാതിരിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഒരു പൾമനോളജിസ്റ്റിനെ കണ്ട് രോഗം ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എന്താണെന്ന് സ്ഥിരീകരിക്കുക, നേരത്തെ ഇൻ്റർവ്യൂ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തെ ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകും. അതെ അതെ. അപ്പോൾ നമുക്ക് സിനിമ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ സ്പോഞ്ച് പോലുള്ള ലങ്സ് ചകിരിയാക്കണ്ടെന്നോ, സ്മോക്കിംഗ് നിർത്തുക, ബാക്കിയൊക്കെ നല്ല ന്യൂട്രീഷൻ, നല്ല സ്ലീപ്പ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുന്നത്, എയർ പൊല്യൂഷനിലോട് യാതൊരുവിധ വ്യായാമങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ നിൽക്കാനോ സാധിക്കില്ല. നിങ്ങൾക്ക് ഈ കോഫ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യും. പിന്നെ മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻ
വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുക. അതെ. പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻസ്. മാസ്ക് ഉപയോഗിക്കാനും പ്രോപ്പറായിട്ട് പൊതു സ്ഥലങ്ങളിൽ കോവിഡിൻ്റെ കാലത്ത് ചെയ്ത പോലെ നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഹാൻഡ് ഹൈജീൻ, മാസ്ക് ഇതെല്ലാം വേണ്ടടുത്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ നിർത്തും. പിന്നെ ഈ പറഞ്ഞ ഇൻഡോർ പൊല്യൂഷൻ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ ഔട്ട്ഡോർ മാത്രം ശ്രദ്ധിച്ച പോലെ വീട്ടിനകത്ത് തന്നെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമേനി. അപ്പോൾ അതെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുക. ശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അത് നിലനിർത്തുക എന്നതാണ് ഹെൽത്തി ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ആവശ്യം എന്ന് ഞാൻ പറയും. അതെ. അപ്പോൾ നമ്മളുടെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ശ്വാസകോശത്തിൻ്റെ ഒരുവിധം എല്ലാ ആസ്പെക്ട്സും നമുക്കിതിൽ കവർ ചെയ്യാനായിട്ട്, ഹെൽത്തി ലങ്സിനെ കുറിച്ചും ലങ്സിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ നിർണ്ണയ രീതികളെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ നമുക്കൊരുവിധം ഈ ഒരു സമയത്തിനുള്ള ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഓരോ ബ്രത്തും ശരിക്കും വിലപ്പെട്ടതാണ്. അപ്പം ഫോർ എ ഹെൽത്തി ലൈഫ് ദർ ഷുഡ് ബി എ ബെറ്റർ ആൻഡ് എ പ്രോപ്പർ ഹെൽത്ത് ഫോർ അവർ ലങ്സ് ഓൾസോ. അപ്പം ഒരു ഹെൽത്തി ലങ്സ് ഫോർ എ ബെറ്റർ ലൈഫ്. താങ്ക് യു. താങ്ക് യു. ശരി.